ഈ തെങ്ങ് കയറ്റക്കാരന്റെ അനുഭവങ്ങളും അവരുടെ പ്രയാസവും എല്ലാം അവതരിപ്പിക്കുന്ന ഒരു കവിത ഇപ്പോൾ സമൂഹ മാധ്യമങ്ങളിൽ കയ്യടി നേടുകയാണ്. കോഴിക്കോട് തൊട്ടിൽപ്പാലം കോതോട്ടെ തെങ്ങുകയറ്റ തൊഴിലാളിയായ അശോകൻ കൊയ്യനാടനാണ് ഈ കവിതയ്ക്ക് പിന്നിലുള്ളത്. തെങ്ങ് കയറാൻ ആളെ കിട്ടാത്തതിനാൽ കർഷകർ അനുഭവിക്കുന്ന ബുദ്ധിമുട്ടും പ്രതികരണവുമാണ് അശോകന്റെ ഈ കവിതയുടെ ഉള്ളടക്കം. സ്വന്തം അനുഭവങ്ങളാണ് അശോകൻ കവിതയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അടുവീതിച്ചു കിട്ടിയതാണൊരു 70 സെന്റിലെ തെങ്ങു മാത്രം. അത് കേറിപ്പറിക്കുവാൻ എത്ര നാളായി ഞാൻ കയറി ഇറങ്ങുന്നു കണ്ണൻ്റെ വീട്ടിൽ. ഓരോ ദിനങ്ങളും മൊഴിപാടുകൾ പറഞ്ഞെന്നെ മടക്കി അയച്ചു കണ്ണൻ. ഓരോ ദിനങ്ങളും മൊഴിപാടുകൾ പറഞ്ഞെന്നെ മടക്കി അയച്ചു കണ്ണൻ. പണിയില്ല പട്ടിണിപ്പാടൻ്റെ വീട്ടിലും കുഞ്ഞു ചുരത്താൽ കിടന്നിടുന്നു. പണിയില്ല പട്ടിണിപ്പാടൻ്റെ വീട്ടിലും കുഞ്ഞു ചുരത്താൽ കിടന്നിടുന്നു. പൊന്നിനേക്കാൾ വില തെങ്ങിനു കൂലിയാണ്, എത്ര കൊടുത്താലും രക്ഷയില്ല. പൊന്നിനേക്കാൾ വില തെങ്ങിനു കൂലിയാണ്, എത്ര കൊടുത്താലും രക്ഷയില്ല. തൊഴുതു മടുത്തു ഞാൻ എന്തു ചെയ്യും, എന്നെൻ്റെ തേങ്ങ പറിച്ചു കിട്ടും. കയറ്റം കൊണ്ട് എനിക്ക് ഭയങ്കര പ്രശ്നം. റേഷൻ വാങ്ങുന്നില്ല, അരി വാങ്ങാനാകുന്നില്ല. എന്തായാലും ഒരാഴ്ചയായി ഇപ്പം പറിക്കുന്നുണ്ട്. ഉള്ളത് എൻ്റെ വീട്ടിൽ എല്ലാം വീണു വന്ന് നാളെ വരാമെന്ന് പറഞ്ഞ് പറ്റിക്കുന്നതാണ് എന്ന് പറഞ്ഞ് ഭയങ്കര വിഷമായി. അപ്പോൾ അങ്ങനെ തെങ്ങേറ്റ തൊഴിലാളിയോട് അന്ന് യൂണിയനുള്ള കാലത്ത് തെങ്ങുകയറ്റ തൊഴിലാളിയോട് വീട്ടിൽ നിന്ന് ഒരു ചെറിയൊരു സ്ഥലമുള്ളെങ്കിൽ അവിടുന്ന് ഒരു ചെറിയ പ്ലാവ് കൊടുക്കയിട്ട് എനിക്കത് പ്ലാവ് തന്നില്ലല്ലോ, അതുകൊണ്ട് കുറേ കളിക്കട്ടെ എന്നും പറഞ്ഞിട്ട് മുതലാളിനെ പറ്റിക്കുന്ന ഒരു അവസരം ഉണ്ടായിരുന്നു. അത് തെങ്ങിനോ പ്ലാവിനോ എന്തിനെങ്കിലും ചോദിച്ചാൽ. പക്ഷേ ആ അവസരം ഇതെല്ലാം കണ്ട് നോക്കുമ്പോൾ 2-3 പോയിൻ്റ് കിട്ടി എനിക്ക്. ഒരുത്തേനും വളരെ പിലാവ് കൊടുക്കേറ്റ് എനിക്ക് തെങ്ങുകാറ്റൊന്നും തന്നിക്കില്ല, ഇവിടെ വന്നിട്ടില്ല എന്നെല്ലാം പറഞ്ഞു. അപ്പോൾ ഞാനൊരു സമയം ഞാൻ കവിത എഴുതി ഇത്. അപ്പോൾ എൻ്റെ നാട്ടിലെ പ്രാദേശിക മാധ്യമപ്രവർത്തകൻ ഇത് ആദ്യം ഒരു ഷൂട്ടിങ്ങുമായി ബന്ധപ്പെട്ട് മൂപ്പർ വന്നപ്പോൾ അവിടുന്ന് പാടിച്ച് അത് മൂപ്പർ ഫേസ്ബുക്കിലിട്ട്. അങ്ങനെയാണ് ഇതിപ്പോൾ വൈറലാവാൻ കാരണം. രാഹുൽ KV ആണ് നമ്മുടെ കൂടെ ഉള്ളത്. രാഹുൽ, ഇദ്ദേഹം ഒരു കർഷകൻ തന്നെയാണല്ലേ? എനിക്കതിൽ ചെറിയൊരു സംശയം ഉണ്ടായിരുന്നു. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കവിത കേട്ടപ്പോഴും അദ്ദേഹം പറയുന്ന ഒരുപാട് കാര്യങ്ങൾ ശരിയായിട്ടുള്ളൊരു കാര്യം തന്നെയാണ്, തെങ്ങ് കയറ്റക്കാരെ കിട്ടാനുള്ള. അപ്പോൾ കർഷകർക്ക് അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുള്ള ഓരോ രീതിയിലുള്ള കർഷകരെ എടുത്തു നോക്കിയാലും അവർക്ക് അതിൻ്റേതായിട്ടുള്ള ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. അതിപ്പോൾ ഇങ്ങനെയുള്ള കാര്യവുമുണ്ട് എന്നുകൂടി അദ്ദേഹം എടുത്തു പറയുകയാണ്. അപ്പോൾ കവിതയിലൂടെ തന്നെ നമുക്ക് മനസ്സിലാകും ആ അനുഭവിക്കുന്ന ബുദ്ധിമുട്ട് എന്താണ് എന്നുള്ളത്. അധികമായി തെങ്ങുകയറ്റ ജോലി ചെയ്യുന്ന ആളാണ്. അപ്പോൾ അദ്ദേഹത്തിന് ഒരുപാട് അനുഭവങ്ങളുണ്ട്. ഒരുപാട് വീടുകളിൽ ഒരുപാട് കൃഷിയിടങ്ങളിലൊക്കെ പോയി തേങ്ങ പറിച്ചിട്ടും അവിടെ നിന്ന് കേട്ടും കണ്ടുമൊക്കെയുള്ള അനുഭവങ്ങളുണ്ട്. അത്തരം കാര്യങ്ങളാണ് കവിതകളിലൂടെ പുറത്തേക്ക് വരുന്നത്. പാടുന്നത് കേൾക്കാൻ അതിലേറെ രസമുള്ളൊരു കാര്യം കൂടിയാണ്. അപ്പോൾ നമ്മുടെ നാട് കേരം തെങ്ങുന്ന നാടാണ് കേരളം എന്നാണ് പറയാറുള്ളതെങ്കിലും തെങ്ങുകളുടെ എണ്ണം വളരെ കുറഞ്ഞിട്ടുണ്ട്. അപ്പം നാട്ടിൽ ഏറ്റവും ഡിമാൻഡുള്ള, അപ്പോൾ എൻ്റെ നാട്ടിലൊക്കെ പോയി കഴിഞ്ഞാൽ തെങ്ങ് കയറ്റ തൊഴിലാളികളെ തീരെ കിട്ടാനില്ല എന്ന് ഒരുപാട് തെങ്ങുകളൊക്കെ ഉള്ള ആളുകൾ പറഞ്ഞ് കേൾക്കാറുണ്ട്. അതുപോലെ വളരെ ഡിമാൻഡുള്ളൊരു ജോലിയായി ഇത് മാറിയിട്ടുണ്ട്. അപ്പോൾ അശോകേട്ടനെ സംബന്ധിച്ച് വീണ്ടും പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ഈ 40 വർഷത്തിലധികം നീണ്ടു നിൽക്കുന്ന തെങ്ങുകയറ്റ ജോലിക്കിടെ കേട്ടതും കണ്ടതുമായ കാര്യങ്ങളാണ് കവിതയിലൂടെ എഴുതി വച്ചിട്ടുള്ളത്. അതാണ് മറ്റുള്ളവർക്ക് മുൻപിൽ ആലപിക്കുകയും കുറ്റ്യാടിയിലൊരു മാധ്യമപ്രവർത്തകൻ, പ്രാദേശിക മാധ്യമപ്രവർത്തകൻ അത് ചിത്രീകരിച്ച് സാമൂഹ്യ മാധ്യമങ്ങളിൽ ഇടുകയും ചെയ്തത്. ഇതിൽ അദ്ദേഹത്തിന് അശോകേട്ടൻ്റെ ഈ കവിതയ്ക്ക് കൈയടിക്കുകയാണ് നാട് ഒന്നടങ്കവും. ഒരുപാട് പേർ കണ്ട് അഭിനന്ദിക്കുന്നുണ്ട്. ഒപ്പം ഷെയർ ചെയ്ത് ഇങ്ങനെ കുറ്റ്യാടിയിൽ നിന്ന് തുടങ്ങിയ ഈ ഒരു ഗാനം സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലേക്കുമൊക്കെ പ്രചരിക്കുകയും ചെയ്തിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ഇനിയും എഴുതാനുണ്ട്, പറയാനുണ്ട് എന്നാണ് അശോകേട്ടൻ പറയുന്നത്. അതിൻ്റെയൊക്കെ അടിസ്ഥാനം എന്നതും ആധാരം എന്ന് പറയുന്നതും ഒക്കെ ഈ ജീവിത അനുഭവങ്ങൾ തന്നെയാണ്. അശോകേട്ടനെ പോലെ ഒരുപാട് പേർ നമ്മുടെ നാട്ടിൽ പ്രാദേശികമായൊക്കെ കലാകാരന്മാരായുണ്ട്. ചില ആളുകൾക്ക് അവസരങ്ങൾ കിട്ടാറുണ്ട്, മറ്റുള്ളവർ അവസരങ്ങളില്ലാതെ ചെറിയ വേദികളിലൊക്കെ അത് പ്രകടിപ്പിച്ച് പോകുന്ന ആളുകളും ഒക്കെ തന്നെയുണ്ട്. ഏതായാലും ഈ തെങ്ങുകയറ്റ ജീവിതത്തിനിടയിൽ നിന്ന് ഉണ്ടായ അനുഭവങ്ങളൊക്കെ അനുഭവങ്ങളോടൊപ്പം തന്നെ ഇപ്പോഴുള്ള പ്രശ്നങ്ങൾ അതും കൂടി കൂട്ടിച്ചേർക്കുമ്പോൾ നമുക്കറിയാം എന്താണ് ഓരോ കർഷകരുടെ ആയാലും ഇങ്ങനെയുള്ള തൊഴിൽ ചെയ്യുന്നവരുടെ ആയാലും ഒരു ജീവിതം എന്നുള്ളത്. ശരിയാണ്, ഒന്നെങ്കിൽ തെങ്ങുകൾ കുറഞ്ഞു വരുന്നു, ആ കൃഷിയൊക്കെ കുറയുന്നു പലയിടങ്ങളിലും. അപ്പോൾ അതിൻ്റെതായിട്ട് തൊഴിൽ ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നു. മറ്റിടത്താണ് എന്നുണ്ടെങ്കിൽ ഒരേപോലെ തന്നെ ഒരുപാട് തെങ്ങുണ്ട്, അങ്ങനെയുള്ള കൃഷിയുണ്ട് എങ്കിൽ പോലും തെങ്ങ് കയറാൻ വേണ്ടിയിട്ടുള്ള ജോലിക്കാരെ ലഭിക്കാതെ പോകുന്നു. ഇങ്ങനെ ഇടകലർന്നുള്ള ഒരു വലിയൊരു പ്രശ്നം നിലനിൽക്കുന്നുണ്ട്. അതെല്ലാം കൂടെ ചേർത്താണ് അദ്ദേഹത്തിന് ഒരു കവിതയായി വന്നിരിക്കുന്നത്.